أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. വളരെ സവിശേഷമായ കുറേയധികം വിഷയങ്ങൾ ഉമ്മത്ത് മുസ്ലിമയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സാഹചര്യമാണുള്ളത്. ഓരോ വിഷയങ്ങളും ഓരോ ഖുതുബയിലോളം ദൈർഘ്യമേറിയതും ആഴമുള്ളതുമാണ്. ഒരു ഭാഗത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ 600 മത്സ്യത്തൊഴിലാളികളായ മുസ്ലിം സഹോദരന്മാർ സംസ്ഥാനത്തിന്റെ ഉന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ദയാവധം അനുവദിച്ചു തരണം എന്ന് ഹർജി സമർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തോ ലോകത്തോ നാളിതുവരെ തുല്യതയില്ലാത്ത വിധം ഒരു സമുദായത്തിന്റെ അംഗങ്ങൾ, ഒരു സമൂഹം ഏറ്റവും വലിയ അപജയത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയുടെ ഘട്ടത്തിലാണ് ഭരണകൂടത്തെയും കോടതിയെയും ദയാവധം ആവശ്യപ്പെട്ട് സമീപിച്ചിട്ടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ ആ വിഷയം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നതാണ്. മറ്റൊന്ന്, 1948 ശേഷം ഓരോ മെയ് മാസത്തിലും 14-ാം തീയതി ഇസ്രായേൽ എന്ന സിയോണിസ്റ്റ് രാഷ്ട്രം അവരുടെ സ്ഥാപക ദിനമായും സ്വാതന്ത്ര്യ ദിനമായും ആഘോഷിക്കാറുണ്ട്. ഒരു ഭാഗത്ത് ഒരു വലിയ മതിൽക്കെട്ടിനപ്പുറം അല്ലെങ്കിൽ ചെറിയ ചില അതിർവരമ്പുകൾക്കപ്പുറം ഇസ്രായേൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കെ തന്നെ മറുഭാഗത്ത് ഫലസ്തീൻ എന്ന കൊച്ചു രാഷ്ട്രം നുഖബാ ദിനമായി അല്ലെങ്കിൽ തങ്ങളുടെ സങ്കടങ്ങളുടെയും വേദനകളുടെയും മുറിപ്പാടുകളുടെയും ഓർമ്മപ്പെടുത്തൽ ദിനമായി ആചരിച്ചു വരാറുണ്ട്. യഥാർത്ഥത്തിൽ ലോക മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നുകിൽ നിങ്ങൾ ഐക്യപ്പെടുക അല്ലെങ്കിൽ നശിക്കുക എന്ന വലിയ ഒരു പാഠം ഫലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും വർത്തമാനങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിലേക്കും ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല. അതിനേക്കാൾ പ്രാധാന്യമെന്ന് തോന്നിയ മൂന്നാമത്തെ ഒരു വിഷയം, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സന്ദർഭത്തിലും ഇസ്ലാം വിരുദ്ധതയുടെ പേരിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഏറ്റവും ശക്തമായി എടുത്തുയർത്തുന്ന ആയുധമാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നത്. മുസ്ലിം വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, മുസ്ലിം സ്ത്രീകൾ അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകൾ, മുസ്ലിം സ്ത്രീകളുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വത്വബോധം, ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ പലപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ട്. ഇസ്ലാം ജനവിരുദ്ധമാണ്, ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ്, ഇസ്ലാം സ്ത്രീകളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടാകാറുണ്ട്. എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻ എന്നതിനപ്പുറം
ഇമാജിനേഷൻ ബേസ്ഡ് ഇൻഫർമേഷൻ എന്ന ഒരു തലത്തിൽ, അല്ലെങ്കിൽ തെളിവുകളും വസ്തുതകളും ഞങ്ങൾക്ക് ആവശ്യമില്ല, ആരൊക്കെയോ കെട്ടിച്ചമച്ച കുറെ ഭാവനകളുടെയും സങ്കല്പങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ ഞങ്ങൾ വിലയിരുത്തിക്കൊള്ളാം എന്ന ഒരു നിലപാടാണ് പലപ്പോഴും ഇസ്ലാം വിരുദ്ധ സമൂഹം കൈക്കൊള്ളാറുള്ളത്. ഏറ്റവും ഒടുവിൽ കർണാടകയിൽ ഹിജാബ് വിഷയം കത്തിനിന്ന സാഹചര്യത്തിൽ വിദ്യാലയത്തിലേക്ക് ഹിജാബ് ധരിച്ച് കയറി വന്ന മുസ്കാൻ ബീവിയെ നമുക്ക് ഓർമ്മയുണ്ട്. അവളോട് ഹിജാബ് അഴിക്കണമെന്നും ഹിജാബ് അനുവദിക്കുകയില്ല എന്നും ആർപ്പു വിളിച്ചും ആക്രോശിച്ചും കടന്നു വരുന്ന ഒരു സംഘത്തിന്റെ മുമ്പിൽ ഒറ്റയാൾ പോരാട്ടമായി അല്ലാഹു അക്ബർ എന്ന് ചൂണ്ടുവിരൽ ഉയർത്തി സംസാരിച്ചവളാണ്. ആ മുസ്കാൻ ബീവി ഇക്കഴിഞ്ഞ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ മസ്ജിദുൽ ഹറമിൽ സൗദി ഗവൺമെന്റിന്റെ അതിഥിയായി ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടു. അഥവാ മുസ്കാൻ ബീവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആദരിക്കാൻ മുസ്ലിം സമൂഹം പഠിച്ചു. തമിഴ്നാട്ടിൽ നിന്നൊരു സാംസ്കാരിക നായിക ശബരിമാല എന്ന സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങളും അവർ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരുന്ന നേതൃപരമായ ഇടപെടലുകളെയും പരിഗണിച്ചുകൊണ്ട് അവരെയും ഹറമിന് വേണ്ടി നടത്തുന്ന കില്ല നിർമ്മാണ ഫാക്ടറിയിലുമൊക്കെ ആദരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടു. അഥവാ ഇസ്ലാമിക സമൂഹം സ്ത്രീകളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരുടെ പദവി അംഗീകരിച്ചു കൊടുക്കാനും വലിയ താല്പര്യമെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവാർഡ് വാങ്ങാൻ സ്റ്റേജിലേക്ക് കയറി വന്ന പെൺകുട്ടിക്ക് അപമാനിതയായി ഇറങ്ങിപ്പോകേണ്ടി വന്നത് എന്ന ഒരു ദുരന്ത ചിത്രം നമ്മൾ കാണുന്നത്. ഇവിടെ ചിലത് നമ്മൾ ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ ഇവിടെ ചിലത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയാൻ ആളുകൾ ഏതെല്ലാം ആയുധങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, ഒരുപക്ഷെ തൊലാഖിനെ കുറിച്ച് വാചാലമാകും. തൊലാഖിലൂടെ ജീവിതം ഒരു അലിഖിതമായ തടവറയിലേക്ക് തള്ളപ്പെട്ട സ്ത്രീകളുടെ വേദനകളെ കുറിച്ച് വാചാലമാകും. ഒരുപക്ഷെ അനന്തരാവകാശത്തെ കുറിച്ച് പറയും, ഒരുപക്ഷെ ഹിജാബിനെ കുറിച്ചും പൊതുവേദികളിൽ സ്ത്രീകൾ ഇടപെടുന്നതിന് ഇസ്ലാം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെ കുറിച്ചും വിലങ്ങുതടികളെ കുറിച്ചും അവർ സംസാരിക്കും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങളെങ്കിലും അവർക്ക് ലഭിക്കുന്നു എന്നതാണ് അതൊക്കെയും പർവ്വതീകരിച്ച് വാചാലമാകാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസ മേഖലയിൽ പുരുഷന്മാരെക്കാൾ മുന്നിലാണ്. ഇന്ന് സ്ത്രീകൾ തൊഴിൽ മേഖലകളിൽ കായികമായ ശാരീരികമായ അധ്വാനം വേണ്ട മേഖലകളെ ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് പുരുഷന്മാരോളമോ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ ഒരുപടി മുന്നിലോ സ്ത്രീകളുടെ സാന്നിധ്യവും കഴിവും അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്ത്രീകൾ സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും വ്യക്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും രേഖപ്പെടുത്താൻ കഴിയും വിധം, എന്നല്ല പലയിടങ്ങളിലും പലതിനെയും തിരുത്താൻ പോകുന്ന തിരുത്തൽ ശക്തികളായി വരെ സ്ത്രീകൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നെയും ഇസ്ലാം സ്ത്രീകളെ പിന്നിലേക്കാണ് തള്ളിവിടുന്നത് എന്ന് പഴയ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കരിപുരണ്ട കലവും കണ്ണീരുണങ്ങാത്ത കവിൾത്തടവും. ഇതൊരു പ്രതീകമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ധാരാളം എഴുത്തുകുത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെയും ഇതിവൃത്തമാക്കി മാറ്റാൻ കഴിയുമാറ് കരിപുരണ്ട കലവും കണ്ണീരുണങ്ങാത്ത കവിൾത്തടവും എന്ന ഒരു സ്ത്രീയുടെ ഭാവം,
അതൊരു മുസ്ലിം സ്ത്രീയുടേതായി മാറ്റിയെടുക്കുന്നിടത്ത് പലപ്പോഴും ഈ സമൂഹത്തെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്ത് അതിനുവേണ്ടി പണിയെടുത്ത ആളുകൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയും അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നാം സ്ത്രീകളെ കുറിച്ചൊന്ന് പഠിക്കണം. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് സ്ത്രീകളെ കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകൾ നിലവിലുണ്ട്. അതിലൊന്ന് പൗരോഹിത്യത്തിന്റെ നിലപാടാണ്. പൗരോഹിത്യത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃതമായ പുരുഷാധിപത്യത്തിന്റെ ലോകത്ത് സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. തിരുവായ്ക്ക് എതിർവായില്ല. അവൾ സംസാരിച്ചാൽ അവളെ കുറിച്ച് വായാടിയാണ് എന്ന് പറയും. അവൾ സംസാരിക്കാതിരുന്നാൽ അവളെ കുറിച്ച് താന്തോന്നിയാണെന്നും ധിക്കാരിയാണെന്നും മര്യാദയില്ലാത്തവളാണെന്നും പറയും. സ്ത്രീയുടെ സ്വാതന്ത്ര്യം അവർ തന്റെ കിടപ്പറകളിലും അടുക്കളകളിലും ഒതുങ്ങാനുള്ള, അതിനപ്പുറത്തുള്ള ഒരു ലോകം നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും, അതിനപ്പുറമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടതും പുരുഷന്മാർ മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ലോകമുണ്ട്. ഈ പുരുഷാധിപത്യത്തിന്റെ ലോകത്ത് പഴയ കുറെ സങ്കല്പങ്ങൾ ഇന്നും പേറി നടക്കുന്നവരുമുണ്ട്. പഴയ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് 3 യാത്രകളാണ് അനുവദിച്ചത്. 3 യാത്രകൾ. അതിലൊന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്കുള്ള അവളുടെ ജനനമാണ്, പ്രസവിക്കപ്പെടുന്ന സാഹചര്യത്തിലുള്ള യാത്രയാണ്. രണ്ടാമത്തെ യാത്ര എന്ന് പറയുന്നത് സ്വന്തം വീടുകളിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള അവരുടെ യാത്രയാണ്. വിവാഹം കഴിയുന്നതോടുകൂടി പഴയ ഒരു തലമുറയിൽ പലപ്പോഴും വിവാഹം കഴിയുന്ന ആദ്യ രാത്രികളിലാണ് തന്റെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് ഇന്ന ആളാണ് എന്നുപോലും സ്ത്രീകൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ അവൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ യാത്ര എന്ന് പറയുന്നത് സ്വന്തം വീടുകളിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. മൂന്നാമത്തെ യാത്രയാകട്ടെ ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മരണപ്പെടുമ്പോൾ മക്ബറയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. സ്ത്രീകൾക്ക് പള്ളിയിൽ പോലും പല പള്ളികളും അങ്ങനെയുണ്ടല്ലോ, പ്രവേശനമില്ലാത്ത പള്ളികൾ. ഇന്ന് കുറെ മാറ്റങ്ങളുണ്ട്. സ്ത്രീകൾക്ക്, യാത്രക്കാരായ സ്ത്രീകൾക്ക് വേണമെങ്കിൽ നമസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഇന്ന് പല പള്ളികളിലും വന്നിട്ടുണ്ട്. യാത്രക്കാരായ സ്ത്രീകൾക്ക് അനുവദിക്കുന്നു എന്നത് എങ്ങനെയാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം എന്ന് അറിയില്ല. അത് മറ്റൊരു സംഗതിയാണ്, അവിടെ നിൽക്കട്ടെ. സ്ത്രീകൾക്ക് പള്ളിയിൽ പോലും പ്രവേശനമില്ല. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത്, അദ്ദേഹത്തിന്റെ നാട്ടിലെ പള്ളിയുടെ പുനർനിർമ്മാണം നടന്ന സാഹചര്യത്തിൽ നാട്ടിലെ സ്ത്രീകൾക്കും പള്ളി സന്ദർശിക്കാനുള്ള അനുവാദം കൊടുക്കും. അങ്ങനെയാണ് പല പള്ളികളും ചെയ്യുക. കാരണം പള്ളി പണിയുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സമാഹരണത്തിന് സ്ത്രീകളും ഒരു മുതൽക്കൂട്ടാണ്. അവർ പള്ളി സന്ദർശിക്കാൻ വരുമ്പോ ഇത് അല്ലാഹുവിന്റെ ഭവനമാണ് എന്ന് കണക്കാക്കിയിട്ട് അവർ വലിയ സംഭാവനകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ സ്ത്രീകൾക്കും അനുവാദം കിട്ടി. സ്ത്രീകൾക്ക് അനുവാദം കിട്ടിയപ്പോൾ ഈ സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതിയത് ഇതാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും മക്കളെയും ചേർത്ത് നിർത്തിയിട്ട് പള്ളിയിലെ മിഹ്റാബിന്റെ അടുക്കൽ ആദ്യത്തെ സഫിൽ നിന്നൊരു ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഫോട്ടോ ഏതായാലും ഫേസ്ബുക്കിൽ ഇടുന്നില്ല. ഞാൻ എന്റെ ഇണയെ ചേർത്ത് നിർത്തി അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തത് അവളെ കൂടി ബോധ്യപ്പെടുത്തി, നിനക്ക് ഇവിടെ വന്ന് കിടക്കാൻ ഒരു അവസരമുണ്ട്. ആകെ ഒരേ ഒരു അവസരമാണ് ഈ പള്ളിയിൽ നിനക്ക് കയറാനുള്ളത്. അത് നിന്റെ ജീവിതം, നിന്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, മരണപ്പെട്ട് കഴിയുമ്പോൾ, നിന്റെ ജനാസയെ, നിന്റെ പേര് പോലും മേൽവിലാസം പോലും മാറിക്കഴിയുമ്പോൾ പിന്നെ നീ മയ്യത്താണ്, ജനാസയാണ്. ആ ജനാസയാകുന്ന ഘട്ടത്തിൽ നിനക്ക് ഒന്നാമത്തെ സഫിൽ വന്ന് കിടക്കാനുള്ള അനുവാദമുണ്ട്. അതല്ലാത്ത ഒരു സാഹചര്യത്തിലും നിനക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയപ്പോ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഞാൻ പറയുന്നത്, സ്ത്രീകളെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ പള്ളിയിൽ പോലും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പുരുഷാധിപത്യത്തിന്റെയും പുരുഷ കേന്ദ്രീകൃത കാഴ്ചപ്പാടിന്റെയും ലോകം. രണ്ടാമത്തേത് ആധുനിക സ്ത്രീയാണ്. ആധുനിക സ്ത്രീ എന്ന് പറയുന്നത് സമത്വവാദമാണ്. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുന്ന അങ്ങനെ ഒരു തുല്യത ലോകത്ത് എവിടെയും ഇല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രകൃതിയുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. നമ്മൾ പോലും ലളിതമായി പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും കാഴ്ച ബംഗ്ലാവുകളൊക്കെ സന്ദർശിക്കും. അവിടെയൊക്കെ നമ്മൾ പറയുക, അതാ കാട്ടുപോത്തിനെ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. കാട്ടുപോത്തിനെ കുറിച്ച് പറയൂ, കാട്ടെരുമയെ കുറിച്ച് നമ്മൾ പറയാറില്ല. അല്ലെങ്കിൽ പെൺവർഗത്തെ കുറിച്ച് നമ്മൾ പറയാറില്ല.
നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. എപ്പോഴും പുരുഷവർഗത്തിന് ഒരു ചെറിയ മേൽക്കോയ്മ, നിയന്ത്രണാധികാരം, ഒരു പുരുഷാധിപത്യം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പ്രപഞ്ചം. അത് ലോകത്ത് അങ്ങനെ തന്നെയാണ്. അതേസമയം സമത്വമുണ്ടാകണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതയുണ്ടാകണം എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ പോലും ഒരു മൊട്ടുസൂചി മുതൽ തീപ്പെട്ടിക്കോലിന്റെ വരെ പരസ്യത്തിന് ഉപഭോഗ വസ്തുവാക്കിയിട്ട് ഒരു സ്ത്രീയെ മാറ്റുന്നു എന്നതാണ്. ഒരു സ്ത്രീയുടെ വശ്യമായ മുഖഭാവവും കണ്ണുകളും കാണിക്കാതെ പുരുഷന്മാർ മാത്രം ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുവിന്റെ പോലും പരസ്യം നമുക്ക് കാണാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളൊരു കമ്പോളത്തിന്റെ ഉൽപ്പന്നമാണ്. അവൾക്ക് വീട്ടിൽ പോലും പേടിയോടുകൂടി കഴിയേണ്ടി വരുന്നു. തന്റെ നിഴല് പോലും തന്നെ കടന്നു പിടിക്കുമോ എന്ന പേടിയാണ്. വിദ്യാലയങ്ങളിൽ അവൾ ഭയപ്പാടോടുകൂടി നിൽക്കേണ്ടി വരുന്നു. വർഷങ്ങൾക്ക് ശേഷം, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചില്ലേ, 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് ചില വിദ്യാലയങ്ങളിൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന പ്രയാസകരമായ സാഹചര്യങ്ങളെ കുറിച്ച് പെൺകുട്ടികൾ വെളിപ്പെടുത്തുന്നത്. എന്താ ഈ പെൺകുട്ടികൾ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടികൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ അങ്ങനെ ആയത്. അത് വേറെയാണ്. നമ്മൾ പഠിക്കേണ്ട വലിയ ഒരു പാഠമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം വരും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, പെൺകുട്ടികൾ തന്റെ മാതാപിതാക്കളെ പോലും, അയൽവാസികളെ പോലും, അധ്യാപകരെ പോലും എന്ന് വേണ്ട തന്റെ നിഴലിനെ പോലും പേടിച്ചുകൊണ്ട് ഭയപ്പാടോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ രണ്ടാമത്തെ സമത്വം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് പഠിക്കാൻ കഴിയുക. അപ്പൊ 2 കാഴ്ചപ്പാടുകളാണ്. ഒന്ന് പൗരോഹിത്യത്തിൻ്റെതാണ്, മറ്റൊന്ന് കമ്പോളത്തിന്റെ കാഴ്ചപ്പാടാണ്. ഇനി ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് പഠിക്കുക. ഈ ഒരു ആമുഖം തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും ഇസ്ലാം നൽകുന്ന പവിത്രതയും ആദരണീയതയും എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആദരണീയതയുള്ള, ആദർശബോധമുള്ളവളാണ്. അവൾക്ക് താൻ ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ, തന്റെ ജീവിതത്തിൽ ഉടനീളം പാലിക്കപ്പെടാൻ കഴിയുന്ന അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെയും വിധേയത്വത്തിന്റെയും ആദർശബോധം നിലനിർത്താൻ കഴിയുന്നവളാണ്. അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം കേവല ആസ്വാദനങ്ങൾക്കപ്പുറം തന്റെ ജീവിതത്തിൽ തുടർത്താനുള്ള, തന്റെ വസ്ത്രധാരണത്തിൽ, ഇടപാടുകളിൽ, തന്റെ സംസാരത്തിൽ, ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ, കുടുംബത്തിൽ, മക്കളുമായിട്ടുള്ള സഹവാസത്തിൽ എന്നുവേണ്ട എല്ലാ മേഖലയിലും തന്റെ ആദർശം തനിക്ക് തുണയായിത്തീരുന്ന ഈ ഒരു ആദർശബോധം, അവിടെയാണ് യഥാർത്ഥത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന പീഡനങ്ങളുടെ കഥകളൊക്കെ പലയിടത്തു നിന്നും പുറത്തു വരുമ്പോ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. മറിയമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വർത്തമാനമല്ല, ലോക ജനതയ്ക്ക് മാതൃകയാണ്. ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും ഇന്നല്ലാഹ ഇസ്തഫാകി വതഹ്ഹിറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരിശുദ്ധയാക്കിയിരിക്കുന്നു, മുഴുവൻ സ്ത്രീകൾക്കും നിന്നെ മാതൃകയാക്കി മാറ്റിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മിഹ്റാബിൽ, ബൈത്തുൽ മുഖദ്ദസിലെ മിഹ്റാബിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് തികഞ്ഞ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. പരിചയമില്ലാത്ത, തീർത്തും അപരിചിതനായ മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോ, ഇതിനു മുൻപ് ഒരിക്കലും കണ്ട് പരിചയമില്ലാത്ത ഒരാളെ കണ്ട ആദ്യഘട്ടത്തിൽ മറിയം പറയുന്ന വർത്തമാനത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, താങ്കളുടെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, ഇത്തക്കില്ല. താങ്കളുടെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതൊരു ആദർശത്തിന്റെ വർത്തമാനമാണ്. ഈ ഒരു വർത്തമാനം ശരിയല്ലാത്ത ഒരു നോട്ടം തന്റെ നേരെ ഉണ്ടായാൽ ഒരു പെൺകുട്ടിക്ക് പറയാൻ കഴിയുന്നിടത്ത്, ശരിയല്ലാത്ത ഒരു സ്പർശനം, ശരിയല്ലാത്ത ഒരു സംസാരം, തന്റെ ആത്മാഭിമാനത്തെ ഹനിച്ചു കളയുന്ന, തന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ മാത്രം നോക്കിക്കാണുന്നിടത്ത് അങ്ങനെ ഒരു അപജയം സംഭവിക്കുന്നത് നേർക്കുനേരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ നിമിഷം പ്രതികരിക്കാൻ കഴിയുന്നിടത്താണ് ഒരു സ്ത്രീയുടെ ആദർശം ഉയരേണ്ടത്. അങ്ങനെയാണല്ലോ ഒരു സ്വാമിയുടെ മുമ്പിൽ ഒരു പെൺകുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാ. അങ്ങനെ അവൾ പഠിക്കാൻ വേണ്ടി ചെന്ന് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം സ്വാമി ചോദിച്ചു, നിന്റെ നെറ്റിയിലെ ഈ മുറിപ്പാട് എന്ത് സംഭവിച്ചതാണെന്ന് ചോദിച്ചു. അന്നത്തോടുകൂടി ആ പെൺകുട്ടി ആ പഠനം നിർത്തി.
മാതാപിതാക്കൾ ചോദിച്ചു, നീ എന്തേ പഠനം നിർത്തിയത് എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി കൊടുത്ത മറുപടി, ഇത്രയും ദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കെ എന്റെ ഗുരു എന്റെ ആത്മാവിലേക്കാണ് നോക്കിയിരുന്നത്, പക്ഷേ ഇന്ന് എന്റെ ഗുരു എന്റെ ശരീരത്തിലേക്ക് നോക്കിയിരിക്കും. എന്റെ ശരീരത്തിലേക്കുള്ള ആ നോട്ടം ഞാൻ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ ആ വഴിക്കില്ല. ഇതൊരു ആദർശമാണ്, ഇതൊരു പ്രതികരണമാണ്. അഥവാ സൂചിപ്പിച്ചു വന്നത്, ഇസ്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദർശബോധമുള്ളവളായിട്ടാണ് അവളെ പഠിപ്പിക്കുന്നതും അവളെ ഉയർത്തിക്കൊണ്ടുവരുന്നതും എന്ന് കാണാൻ കഴിയും. ആ ആദർശം തന്റെ ഭർത്താക്കന്മാർ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അധ്വാനിക്കാൻ വേണ്ടി പോകുന്നവരാണ്. ജീവിതായോധന മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് തനിക്കും തന്റെ കുടുംബത്തിനുമുള്ള അന്നവുമായിട്ട് തിരിച്ചു വരാനുള്ള പുറപ്പാടാണ്. ആ പുറപ്പാടിന്റെ ഘട്ടങ്ങളിൽ ഇന്നാ നസ്ബിറു അലൽ ജൂഇ വൽ അതശ്, ഞങ്ങൾ വിശപ്പും ദാഹവും ഞങ്ങൾ ക്ഷമിക്കാം, നസ്ബിറു ഞങ്ങൾ സഹിക്കാം, ഞങ്ങളത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാണ്. പക്ഷേ വലാകിൻ ലൻ നസ്ബിറു അല നാറ ജഹന്നം, പക്ഷെ ഞങ്ങൾ ഒരിക്കലും നരകത്തിന്റെ അഗ്നിയെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഹറാമിന്റെ മാർഗത്തിലേക്ക് പോകരുത്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരരുത്, നിങ്ങൾ അങ്ങനത്തെ ഹറാമ് കലർന്ന സമ്പാദ്യവുമായി വന്ന് ഞങ്ങളുടെ വയറിനെ ഊട്ടരുത് എന്ന് ആദർശബോധമുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോട് പറയുമെന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. അപ്പോ ഇസ്ലാം ആവശ്യപ്പെടുന്ന സ്ത്രീയുടെ ഒന്നാമത്തെ സവിശേഷമായ ഗുണം എന്ന് പറയുന്നത് ആദർശം ജീവിതത്തിലേക്ക് ആവാഹിച്ചവളാണ്. രണ്ടാമത്തേത് അവകാശബോധമുള്ള സ്ത്രീയാണ്. തനിക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശത്തെ കുറിച്ച് അവൾ ചോദിച്ചു വാങ്ങും. വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കടന്നു വരുമ്പോ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്ന, അതൊരു ദുരഭിമാനമായി കണ്ട, പെൺകുട്ടികളെ ദുരഭിമാനമായി കണ്ട് ജീവനോടെ കുഴിച്ചു മൂടിയ, അങ്ങനെ പിന്നീട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബാക്കൾ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുടെ റസൂലെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പെൺമക്കളെ കുഴിച്ചു മൂടിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പൊ മക്കയിൽ തങ്ങൾ നിലനിൽക്കാൻ പോലും വല്ലാതെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തോട് പറയുന്നത്, വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും, ഒരു സമയമുണ്ടാകും. എന്ത് പാതകത്തിന്റെ പേരിലാണ് നിങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടത്, നിങ്ങൾ എന്ത് പാതകത്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടത്? ഒരുപാട് അർത്ഥങ്ങളും വിശദാംശങ്ങളുമുള്ള സൂക്തമാണ്, ഒരുപാട് വിശദാംശങ്ങളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞ് വീടുകളിലിരിക്കുന്ന, ജീവിതം നരകയാതനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ. അവരോട് നാളെ അള്ളാഹ് ചോദിക്കും, എന്തേ നീ വീടിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി? നിനക്കും മജ്ജയും മാംസവും ശരീരവും സൗന്ദര്യവും ഉണ്ടായിരുന്നില്ലേ? നിന്റെയും ശരീരത്തിന് വിചാരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നീയും കുടുംബജീവിതം ആഗ്രഹിച്ചില്ലേ? പിന്നെ എന്തേ നിന്റെ വിചാരങ്ങളെ മുഴുവനും ജീവനോടെ കുഴിച്ചു മൂടപ്പെടാൻ മാത്രം നിന്റെ വീടുകളിൽ നീ ഒതുങ്ങിപ്പോയി എന്ന് അവളോട് ചോദിക്കുന്ന ഒരു കാലമുണ്ടാകും. ആ കാലത്ത് വരുന്ന മറുപടി ഉമ്മത്ത് മുസ്ലിമയുടെ നേരെയാണ്. ഓരോ ചാട്ടുളിയും വലിച്ചെറിയപ്പെടുക ഉമ്മത്ത് മുസ്ലിമയുടെ നേരെയാണ്. അതെ, ഞങ്ങളുടെ ചുറ്റും ഇവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിചാരങ്ങളെ കുഴിച്ചു മൂടേണ്ടി വന്നു, ഞങ്ങൾക്ക് അവിവാഹിതരായി കഴിയേണ്ടി വന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നാനിന്റെ പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. വൈദൽ മൗഊദത്തു സുഇലത്, ഓരോ പെൺകുട്ടിയും ചോദ്യം ചെയ്യപ്പെടും. അത് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവരും അവ ജീവിതം ഹോമിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അതിന്റെ മറുപടി അവർ പറയും. അവിടെ പ്രതിസ്ഥാനത്ത് വരിക ഒരുപക്ഷെ ഞാനും നിങ്ങളുമായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു സമൂഹത്തിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ അവകാശബോധമുള്ളിടത്തേക്ക്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു പെൺകുട്ടി പറയുന്നു, പെൺകുട്ടിയാണ്, അവിടെ വന്നിട്ട് പറയുന്നു, അള്ളാഹുടെ റസൂലെ, എന്റെ വിവാഹം കഴിഞ്ഞു, എന്റെ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു, ഇന്നാലിന്ന വ്യക്തിയുമായിട്ടാണ് എന്റെ നിക്കാഹ് നടന്നത്. അതിനെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എന്റെ വാപ്പ എന്നോട് അനുവാദം ചോദിച്ചിട്ടില്ല, എന്റെ വാപ്പ എന്നോട് അനുവാദം ചോദിക്കാതെ നിക്കാഹ് നടത്തി, എന്റെ ഭർത്താവ് നല്ലവനൊക്കെയാണ്, എനിക്ക് നിക്കാഹ് നടത്തി കൊടുത്ത ചെറുപ്പക്കാരൻ, ആ പുരുഷന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, കുടുംബം നോക്കും, സൗന്ദര്യം എല്ലാം ഓക്കെയാണ്, പിന്നെന്താ പ്രശ്നം? എന്റെ വാപ്പ എന്നോട് അനുവാദം ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയാണ്. ആ പെൺകുട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്ത് ആ പിതാവിനെ വിളിച്ച്,
നീ ഇവളുടെ അനുവാദമില്ലാതെയാണോ നിക്കാഹ് നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതെ. ആ ചോദ്യം ചെയ്യലിൽ വേണമെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഈ പെൺകുട്ടിയോട് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ല, പക്ഷെ ഞാൻ ഈ വന്നത് ഇതെന്റെ അവകാശമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അനുവാദമില്ലാതെ സ്വന്തം വാപ്പാക്ക് പോലും നിക്കാഹ് കഴിച്ചു കൊടുക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ടാണല്ലോ ഇന്നും കല്യാണങ്ങൾ നടക്കുമ്പോൾ ചില ഉസ്താദന്മാർ നിക്കാഹ് നടത്താൻ വരുമ്പോ നിക്കാഹിലിരിക്കാൻ പോകുന്ന വലിയന്റെ അടുത്ത് പറയും, പോയി പെൺകുട്ടീനോട് അനുവാദം ചോദിച്ചിട്ട് വരാൻ പറയും. ആ അനുവാദം ചോദിക്കലല്ല കേട്ടാ യഥാർത്ഥം. നിക്കാഹിന് ഇരിക്കുന്ന സമയത്ത് പോയിട്ട് മോളെ ഞാൻ നിക്കാഹ് നടത്താൻ പോവുകയാണ്, നടത്തട്ടെ എന്ന് ചോദിക്കലല്ല. അതിന് മുൻപാണ്, വിവാഹം ഉറപ്പിക്കുന്ന സമയത്താണ്. ഈ അനുവാദം ചോദിക്കൽ ഒരു അവകാശമായിട്ട് വെച്ചു. എനിക്ക് മഹർ എന്ത് കിട്ടണം എന്നത് പെൺകുട്ടിക്ക് ചോദിക്കാനുള്ള അവകാശമാക്കി വെച്ചു. ഏതെങ്കിലും ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ഒരു പിതാവ് മരണപ്പെട്ടാൽ ആ പിതാവിന്റെ സ്വത്ത് അനന്തരാവകാശം വീതം വെക്കുന്ന കൂട്ടത്തിൽ ഉമ്മാനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിരുന്ന മക്കളുണ്ടായിരുന്നു. ഉമ്മാനെ ഞാൻ എടുത്തോളാം, എങ്ങനെ? എന്റെ ഭാര്യയായിട്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃത്വം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പവിത്രമായ സ്ഥാനം, ഒരു ഉമ്മയെങ്ങാനും മരണപ്പെട്ടാൽ പഠിപ്പിക്കുകയാണ്. ഒരു ഉമ്മയെങ്ങാനും മരണപ്പെട്ടാൽ അതോടുകൂടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാതെ പ്രാർത്ഥിച്ചിരുന്ന കൈകൾ ഇല്ലാതായി. അള്ളാഹുവിന്റെ മലക്കുകൾ പോലും പിന്നെ നിങ്ങൾ ആദരിക്കുന്നില്ല. വലിയ മഹത്വത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്ത്രീയെ പരിഗണിച്ചുകൊണ്ട്. അപ്പൊ അവകാശബോധമുള്ള ഈ അവകാശബോധമാണ് പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മുടി ഒരു അടിമ സ്ത്രീ ഇങ്ങനെ പിന്നീട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി എന്ന് പറയുന്ന സൂക്തം കേൾക്കുന്നത്. ഉമ്മു സലമ അവിടുന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി. അപ്പൊ അവിടുന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുമ്പോ ഈ അടിമ സ്ത്രീ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പൊ പള്ളിയിലേക്ക് പോയി? യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ലേ വിളിച്ചേ? അത് പുരുഷന്മാര് പോകട്ടെ, അത് പുരുഷന്മാരെയല്ലേ വിളിച്ചത്, അവര് പോകട്ടെ. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ അടിമ സ്ത്രീക്ക് കൊടുക്കുന്നത് ഇന്നി മിനന്നാസ്, ഞാൻ മനുഷ്യരിൽപ്പെട്ടതാണ്. അൻനിസാഉ നിസ്ഫു റിജാൽ, സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ നേർ പകുതിയാണ്. അതുകൊണ്ട് പള്ളി എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ തടഞ്ഞ അടിമ സ്ത്രീയുടെ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിലാണ് ഇപ്പോഴും നമ്മുടെ സമുദായം പലയിടത്തുള്ളത്. ഈ അടിമ സ്ത്രീയുടെ മനസ്സാണ്. എന്തിനാണ് അവള് പള്ളിയിലേക്ക് പോകുന്നത്? എന്തിനാണ് അവള് നന്മയിലേക്ക് അങ്ങനെ പോകുന്നത്? ആ മനസ്സ് മാറണം നമുക്ക്. അവിടെയാണ് ഈ അവകാശബോധമുള്ള സ്ത്രീകളെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദക്കും എന്ന് പറഞ്ഞല്ലോ. അത്തിക റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. പള്ളിയിലേക്ക് പോകുന്നതിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന് അത്ര വലിയ താല്പര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവര് പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിലേക്ക് പോകുന്ന വിഷയം ഉമറിന് താല്പര്യമില്ല എന്നും ഭാര്യ എന്നിട്ടും പള്ളിയിലേക്ക് പോകുന്നു എന്നും വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദക്കും, അള്ളാഹുവിന്റെ അടിമകൾക്ക് അഥവാ സ്ത്രീകളായ അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങൾ നിങ്ങൾ തടയരുത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന അവകാശബോധമുള്ള സ്ത്രീകൾ. ഞാൻ ആദ്യം ഓതി വെച്ച ഒരു സൂക്തമുണ്ട്, ഇതിനു മുൻപ് പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞു വെച്ചതാണ്. സൂറത്തുൽ മുജാദലയാണ്. സൂറത്തുൽ മുജാദല എന്ന് പറഞ്ഞാൽ തർക്കം എന്നാണ് ആ സൂക്തത്തിന്റെ അർത്ഥം തന്നെ. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും കേട്ടിരിക്കുന്നു, നിന്നോട് തർക്കിച്ച ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും വതഷ്തകീ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ആവലാതി ബോധിപ്പിക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ വർത്തമാനം അള്ളാഹു കേട്ടിരിക്കുന്നു. പറയുന്ന സംഭവം ഇതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീന പള്ളിയിൽ കൗലാ ബിൻത് സഅലബ എന്ന ഔസ് ഗോത്രത്തിലെ സ്ത്രീ വരുന്നുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഭർത്താവ് അൻതക ലഹരി ഉമ്മി, നിന്റെ മുതുക് എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് ലിഹാർ ചെയ്തിരിക്കുന്നു. അത് ലിഹാർ വേറൊരു സംഗതിയാണ്, തൊലാഖൊക്കെ പോലെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ലിഹാർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് മടങ്ങി വന്നിരിക്കുന്നു. മടങ്ങി വന്ന സാഹചര്യത്തിൽ എന്താണ് അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറയണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഗൗരവമൊന്നും കൊടുക്കാതെ അവൾ പോണെങ്കിൽ പോകട്ടെ എന്ന് കരുതി. പക്ഷെ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല അല്ലാഹുവിന്റെ റസൂലെ, എനിക്കിതിന്റെ തീരുമാനം അറിയണം. പിന്നെയും തർക്കിക്കുക. ആ തർക്കം മൂത്ത സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ്, ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കുകയും ചെയ്ത
ആ സ്ത്രീയുടെ വാക്കുകൾ ഞാൻ കേട്ടിരിക്കുന്നു, അല്ല കേട്ടിരിക്കുന്നു. എന്നിട്ട് തൊട്ടുടനെ നിയമം അവതരിപ്പിക്കുകയാണ്. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ഭർത്താവുണ്ടല്ലോ, വിഹാർ ചെയ്ത മനുഷ്യൻ ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായ ആ മനുഷ്യൻ നോമ്പെടുക്കണം. ഇതിന് രണ്ടിനും അയാൾക്ക് കഴിയില്ലെങ്കിൽ 60 അഗതികൾക്ക് ആഹാരം കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം കുടുംബജീവിതം മതി. ആ സ്ത്രീ വന്നിട്ട് ആരോടാ തർക്കിച്ചത്? അള്ളാഹുവിന്റെ റസൂലിനോടാണ്. ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്. അനന്തരാവകാശത്തെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തർക്കിച്ച സ്ത്രീയുണ്ട്. ഈ ഖൗല ബിൻത് സഅലബ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിലേക്ക് സഹാബാക്കളെയും കൊണ്ടുപോവുക. ആ പോകുന്ന യാത്രയിൽ ഉമറിനെ കൂടെ വിളിച്ചു. ഉമർ തന്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കാത് ഈ സ്ത്രീയുടെ, വൃദ്ധയായ ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ ഉമറിനോട് ഈ പെണ്ണ് പറയണം, ഉമറെ, പണ്ട് നീ വാള് ഊരിപ്പിടിച്ചിട്ട് ധീരനായി അങ്ങാടിയിലൂടെ നടന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നീ അമീറുൽ മുഅ്മിനീനാണ്. അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. യുദ്ധത്തിന് പോകുന്ന വഴി തടഞ്ഞു നിർത്തി. ഇത്രയേ ആകെ പറഞ്ഞിട്ടുള്ളൂ. സഹാബാക്കൾ ചോദിച്ചു, എന്തിനാ അമീറുൽ മുഅ്മിനീൻ താങ്കളിപ്പോ അങ്ങനെ ഒരു സ്ത്രീയുടെ വാക്കിന് കാതു കൊടുക്കാൻ ഇറങ്ങിച്ചെന്നത് എന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, അള്ളാഹുവാണ്, ആ സ്ത്രീ എങ്ങാനും എന്നെ അവിടെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ എത്ര സമയം നിർത്തിയാലും ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. കാരണം 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാക്കുകൾ കേട്ട് മറുപടി പറഞ്ഞവളാണ് ഖൗല ബിൻത് സഅലബ. അവളെ ഞാൻ വിലമതിക്കുമെന്നാണ്. അതാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത്. ഈ ആദർശബോധവും അവകാശബോധവും ഉള്ളതോളം, അതോടൊപ്പം തന്നെ മൂന്നാമത്തേത് ചുമതലാബോധമുള്ളവളാണ്. നമ്മളെല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സ്ത്രീകളുണ്ട്. ചുമതലാബോധമുള്ളവളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സ്ത്രീ. തന്റെ മടിത്തട്ട് ആദ്യത്തെ വിദ്യാലയമാണ്. അവിടെ നിന്ന് അവളുടെ ചുമതല ആരംഭിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഭാര്യയാണ്, സഹോദരിയാണ്, ഉമ്മയാണ്, മകളാണ്. വ്യത്യസ്തമായ ഒരുപാട് മേഖലകൾ അവൾക്കുണ്ട്. ആ മേഖലകളിലെല്ലാം, അതിനപ്പുറം അവൾ തൊഴിലെടുക്കുന്ന മേഖലകളുമുണ്ട്. ആ മേഖലകളിലെല്ലാം താൻ നിർവഹിക്കേണ്ട ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, അത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയുന്നിടത്തും, അങ്ങനെ ഒരു സമൂഹത്തെ തന്റെ മക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നിടത്തും തന്റേതായ കയ്യൊപ്പ് ചാർത്താൻ കഴിയുന്നവളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒരു വേദിയിലേക്ക് കയറി വന്ന് സമ്മാനം വാങ്ങാൻ കടന്നു വരുമ്പോ അതെന്തിന് എന്ന് ചോദിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, അപമതിക്കപ്പെടുന്ന ഒന്നല്ല. ഈ റബ്ബർ മരത്തിലെ ചെറം ഊറ്റിയെടുത്തിട്ട് അവസാനം, അങ്ങനെ ഉണ്ടല്ലോ, ഏറ്റവും അവസാനം പിന്നെ ഒന്നിനും കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ റബ്ബർ മരം വെട്ടിക്കളയും. കാരണം അവിടെ നമ്മൾ വരവ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. സ്ത്രീകളെ കുറിച്ച് അങ്ങനെയാണ്, പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കുക. അവരിൽ നിന്ന് ഊറ്റിയെടുക്കാനുള്ളത് ഊറ്റിയെടുക്കുക. അവരെ അടുക്കളകളിലും കിടപ്പറകളിലും ഒതുങ്ങേണ്ടവരാണ്. അവര് വലിയ സ്വാതന്ത്ര്യമൊന്നും വേണ്ടതില്ല. ഏത് സമൂഹത്തിലും അങ്ങനെയാണ്. ഇല്ലം വിട്ടാൽ അമ്പലം, ഓലക്കുടവട്ടം ആകാശം, അങ്ങനെ ഒരു കാഴ്ചപ്പാട്. വീട് വിട്ടു കഴിഞ്ഞാൽ ആരാധനാലയം, ആകെ ഒരു ഓലക്കുടവട്ടം ആകാശം, അതിന്റെ അപ്പുറത്തേക്ക് മേപ്പോട്ട് നോക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാറു മറക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മാറു മറക്കാൻ വേണ്ടി പോരാടിയ ഒരു സമൂഹം, മാറു മറക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തതിനകത്ത് നിന്ന് കാലങ്ങൾ ഒരുപാട് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് നഗ്നത വെളിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വായാടികളായി കൊണ്ടിരിക്കുന്നിടത്താണ്. അവിടെയാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ പവിത്രതയും ആദരണീയതയും ഇസ്ലാം കൽപ്പിച്ചു കൊടുക്കുന്ന അവകാശത്തെക്കുറിച്ചുമൊക്കെ നാം കൃത്യമായി പഠിക്കേണ്ടത്. ഇസ്ലാം ഒരു സ്ത്രീയെ എവിടെയും മാറ്റി നിർത്തുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ, ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇച്ഛാശക്തിയും കഴിവും ദിശാബോധവും നൽകി അനുഗ്രഹിക്കും.